Hi everyone, in this lecture we will discuss Bohr atom model. Prior to this, Rutherford had proposed his nuclear model of atom in 1911. According to this, most of the mass and all the positive charge of the atom are concentrated in a very small central core called nucleus. Electrons surround the nucleus at relatively large distance from it. They revolve around the nucleus with very high speed in circular paths called orbits. However, this model could not explain the stability of atom. കാരണം ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ച് ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് ആയിട്ടുള്ള മൂവിങ് പാർട്ടിക്കിളാണ്. സോ ഇത്തരം പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്യുകയും അതുവഴി അവരുടെ എനർജി നഷ്ടപ്പെടുകയും ഫൈനലി അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസിലോട്ട് സ്പൈറൽ ആവാനും ചാൻസസ് ഉണ്ട്. ആക്ച്വലി ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ്, സോ ഇറ്റ് ഫെയിൽഡ്. And it was Niels Bohr, who was working in Rutherford's laboratory, proposed a model for the structure of hydrogen atom in 1930. In order to overcome the drawbacks suggested for Rutherford's model, he sought solution from the quantum theory of radiation. Rutherford introduced the nuclear model. Bohr Planck's quantum theory അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മോഡിഫിക്കേഷൻസ് വരുത്തി. അങ്ങനെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്കിനി നോക്കാനുള്ളത്. He says, electrons revolve around nucleus with a definite velocity in definite circular paths called orbits or stationary states. നീൽസ് ബോർ ആഡ് ചെയ്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഓർബിറ്റ്സിന് ഒരു ഫിക്സ്ഡ് റേഡിയസും അതുപോലെ തന്നെ ദേ പൊസസ് സം എനർജി എന്നുള്ളൊരു പോയിന്റും കൂടെയായിരുന്നു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദീസ് ഓർബിറ്റ്സ് ആർ റെഫേർഡ് ആസ് എനർജി ലെവൽസ്. ഒരു പെർട്ടിക്കുലർ ഓർബിറ്റലിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് എനർജി നഷ്ടപ്പെടുകയോ ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി ഗെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ്, ഒരു ഡെഫിനിറ്റ് ഓർബിറ്റലിൽ നിൽക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദ തേർഡ് പോസ്റ്റുലേറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the angular momentum of an electron is quantized. That is, ഇലക്ട്രോൺസിൻ്റെ ആംഗുലർ മൊമെൻ്റം എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആംഗുലർ മൊമെൻ്റം mvr is equal to nh/2π, where n is an integer called principal quantum number, h the Planck's constant, m the mass of the electron, v its velocity, and r is the radius of the orbit. നാലാമത്തെ പോസ്റ്റുലേറ്റ്സിൽ നീൽസ് ബോർ പറയുന്നത് ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ഇലക്ട്രോൺസിൻ്റെ എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ന്യൂക്ലിയസിനോട് ക്ലോസർ ആയിരിക്കുന്ന ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ലോവർ ആയിരിക്കും കമ്പയർ ടു ദ ഇലക്ട്രോൺ ഇൻ ദ ഫാദർ ഓർബിറ്റ്. അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്സ് അനുസരിച്ച് ഒരു ഇലക്ട്രോണ് ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലോട്ട് എക്സൈറ്റ് ചെയ്യാനും പറ്റും ഇഫ് ഇറ്റ് അബ്സോർബ് സം എമൗണ്ട് ഓഫ് എനർജി. അതല്ലെങ്കിൽ ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് ലോവർ ഓർബിറ്റിലോട്ട് ഇലക്ട്രോണിന് ഡി എക്സൈറ്റ് ചെയ്യാനും സാധിക്കും ഇഫ് ഇറ്റ് എമിറ്റ് സം എമൗണ്ട് ഓഫ് എനർജി. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദി റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് ഇസ് ഗിവൺ ബൈ ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ E/h, where delta E is the energy difference between the higher orbit and lower orbit. And the above expression is commonly known as Bohr's frequency rule. Combining all these postulates into a picture will give this. Even though Bohr theory ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചും ഇലക്ട്രോൺസിൻ്റെ എനർജി കാൽക്കുലേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെയും ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിൻ്റെയും ലൈൻ സ്പെക്ട്രയെ കുറിച്ചൊക്കെ ക്ലിയർ പിക്ചർ നമുക്ക് തന്നെങ്കിലും ഇറ്റ് ഹാസ് സെവറൽ ലിമിറ്റേഷൻസ്. നമുക്ക് അതും നോക്കാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻസിനെ നമ്മൾ ഹൈ റെസൊല്യൂഷനിൽ നോക്കുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഇങ്ങനൊരു ഫൈൻ സ്പെക്ട്രം അല്ലെങ്കിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം വന്നത് എന്ന് ബോർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല.
ബോർ തിയറി പ്രകാരം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നത് സിംഗിൾ ഇലക്ട്രോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള സ്പീഷീസിലാണ്, ലൈക്ക് ഹൈഡ്രജൻ, ഹീലിയം പ്ലസ്, ലിഥിയം 2+. സെവറൽ ഇലക്ട്രോൺസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള എലമെൻസിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് അവരുടെ സ്പെക്ട്ര എന്ന് പറയുന്നത് ഹൈലി കോംപ്ലക്സ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ഫോർമേഷനെ കുറിച്ചോ ബോർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. തേർഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബോർ തിയറി പ്രകാരം നമുക്ക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഫോർത്ത് ലിമിറ്റേഷനായിട്ട് പറയുന്നത് ബോറിൻ്റെ അസംഷൻ പ്രകാരം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഓർബിറ്റ്സിലൂടെ റിവോൾവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഡി ബ്രോഗ്ലിയുടെ ഡുവൽ നേച്ചർ ഓഫ് മാറ്ററുമായിട്ടോ ഹൈസൻബർഗ്സിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ടോ അഗ്രിമെൻറ്റിൽ വന്നിട്ടില്ല. അതെന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ഫോർത്ത് ലിമിറ്റേഷൻ. ഫിഫ്ത്ത് ലിമിറ്റേഷൻ പറയുന്നത് ബോർ തിയറിക്ക് സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എലമെൻറ്റിനെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് വീണ്ടും കമ്പണൻറ്റ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ബോറിൻ്റെ തിയറി പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എലമെൻറ്റിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് വെക്കുന്നത് എങ്കിൽ അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് ഇതുപോലെ കമ്പണൻറ്റ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മുടെ ബോർ തിയറിക്ക് സാധിച്ചിട്ടില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അവർ ബോർ തിയറി.